ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്ക് ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ട്രെൻഡിങ് ആയിട്ടുള്ള സ്കാലപ്പ് നെക്കും ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻസും കാണിക്കുന്നുണ്ട്. സൈഡിൽ കാണുന്ന ഈ നെക്ക് ഡിസൈനാണ് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തിനും ലെങ്ത്തിനും അനുസരിച്ച് വേണം ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തിനേക്കാൾ 2 ഇഞ്ച് കൂടുതൽ വേണം ക്യാൻവാസിൻ്റെ വിഡ്ത്ത് എടുക്കാൻ. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്തിനേക്കാൾ 1.5 ഇഞ്ച് കൂടുതൽ വേണം ക്യാൻവാസിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ 9 ഇഞ്ച് വീതിയും 8.5 ഇഞ്ച് നീളവുമുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് വീതിക്ക് 2 ആക്കി മടക്കിയെടുക്കാം. ക്യാൻവാസിൻ്റെ ഒരു സൈഡ് ഷൈനിങ് ഉള്ളതാണ്, ആ ഭാഗം ഉള്ളിലേക്ക് ആക്കി വേണം മടക്കിയെടുക്കാൻ. ചോക്കിന് കുറച്ച് തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ പെന്നോ പെൻസിലോ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പോയിൻ്റ് തന്നെ മെഷർ ചെയ്യാൻ സാധിക്കും. മോശം ഭാഗത്താണ് മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. ഇത് കുറച്ച് ഒതുങ്ങിയ നെക്കാണ്. വേണമെങ്കിൽ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് 3.5 3.25 കൊടുക്കാവുന്നതാണ്. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇനി 7 ഇഞ്ച് എടുത്താൽ കൂടുതലാവുമെന്ന് പേടി വേണ്ട, കൂടുതലൊന്നും ആവില്ല. ഇനി നമുക്ക് മേലെ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ 2 പോയിൻറ്റിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്, അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഈ മാർക്കിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇതേപോലെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആ പോയിന്റിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഇനി ഫ്രഞ്ച് കർവ് എടുത്തിട്ട് മേൽഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് താഴ്ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്യണ സമയത്ത് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻകുത്തി സെക്യൂർ ആക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൻ്റെ നല്ല ഷൈനിങ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് തുണിയിൽ വെച്ച് കൊടുക്കേണ്ടത്. ഒരു മീഡിയം ചൂടിൽ വേണം അയൺ ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ ക്യാൻവാസ് അയൺ ബോക്സിൻ്റെ. ശേഷം നമുക്ക് സൈഡിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ 1/2 ഇഞ്ച് മടക്കി ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നെക്കിനെ കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ലൈനിങ്ങും വെച്ച് കൊടുക്കാം. ഈ 2 പീസിൻ്റെയും സെൻറ്റർ മെഷർ ചെയ്തിട്ട് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ സെൻറ്ററിൽ തന്നെ വേണം നമുക്ക് നെക്ക് വെച്ച് കൊടുക്കാൻ. നെക്കിൻ്റെയും സെൻറ്റർ നോക്കിയിട്ട് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. നെക്കിൻ്റെ ഉൾഭാഗത്ത് ക്യാൻവാസിൻ്റെ അരികിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് തുണി നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കണം. നെക്ക് എപ്പോഴും പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. നെക്കിൻ്റെ ഓരോ കട്ടിങ്ങിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എത്തുമ്പോൾ സൂചി നമുക്ക് കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ചിട്ട് തുണി നമുക്കിതുപോലെ ടേൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫൂട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതുപോലെ തന്നെ ഒട്ടും തന്നെ ചുളിവുകൾ വരാതെ ശ്രദ്ധിക്കണം.
അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് സൂചി കുത്തി നിർത്തുക, ഫൂട്ട് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് തുണിയുടെ ചുളിവുകളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഫൂട്ട് താഴ്ത്തി പിന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിൻ്റെ അരികിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്കിന് ചുറ്റിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. ഈ ഓരോ പോയിൻറ്റിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നെക്കിനെ നമുക്ക് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നെക്ക് കിട്ടുക. ഇനി നമുക്ക് നെക്ക് നല്ല വണ്ണം ഒന്ന് അയൺ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സ്കാലപ്പ് നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ക്യാൻവാസ് പീസ് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ്. മടക്കി ഇടുമ്പോൾ 5 ഇഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉള്ളിലേക്കാക്കിയാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റേ ഭാഗത്താണ് നമുക്ക് മാർക്കിംഗ് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം. ഇനി മേൽഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കാം. അതിനുശേഷം അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് താഴെ ഈ കോർണറിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതേപോലുള്ളൊരു മൂടി എടുത്തിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഈ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1/2 ഇഞ്ചാണ്. അതായത് 1/2 ഇഞ്ചിലാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെയുള്ള 4 എണ്ണം ഷേപ്പ് ചെയ്യാനായിട്ടുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മറ്റേ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പിന്ന് കുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. തുണിയുടെ ചീത്ത വശത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം തുണിയോട് ചേർത്ത് വെച്ചിട്ട് അയൺ ചെയ്യുക. അതിനുശേഷം സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ 1/2 ഇഞ്ചിനെ മടക്കി ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് നെക്കിന് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഉൾഭാഗത്ത് ക്യാൻവാസിൻ്റെ അരികിലൂടെ
പെന്ന് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ആ ലൈനിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നെക്കിനെ നമുക്ക് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലൈനിങ് ടോപ്പാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നല്ല പീസ് ഇട്ട് കൊടുക്കുക. നല്ല പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളെ നെക്കിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. സെൻറ്റർ കറക്റ്റായിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ 3 പീസ് ഉണ്ടല്ലോ, ആദ്യം തന്നെ ഈ 3 പീസിൻ്റെയും സെൻറ്റർ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഓരോ നോച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 3 നോച്ചും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിന് ചുറ്റും പിൻകുത്തി കൊടുക്കാം. ശേഷം നമ്മൾ കൊടുത്ത ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഒട്ടും തന്നെ തിരക്ക് പിടിക്കേണ്ട, വളരെ സാവധാനത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഒട്ടും തന്നെ ചുളിവുകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്യാൻവാസിൻ്റെ അരികിലൂടെ നമ്മൾ കൊടുത്ത മാർക്കിങ്ങിലൂടെ നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ കോർണർ പോയിൻ്റ് എത്തുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫൂട്ട് താഴ്ത്തി സ്റ്റിച്ചിങ് തുടങ്ങാം. നമ്മൾ നെക്കിന് ചുറ്റും പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ നെക്ക് ചെരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നെക്കിന് ചുറ്റിലും ക്യാൻവാസിൻ്റെ അരികിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് തുണി നമുക്ക് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗത്ത് ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിന് ഉൾഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ തന്നെ ഒന്നും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഈസി ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിന് ചുറ്റും ഈ 1/4 ഇഞ്ച് നമ്മൾ കൊടുത്തില്ലേ, അവിടെ ഫുള്ളായിട്ട് കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഓരോ കോർണർ പോയിന്റിലും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പതുക്കെ കട്ടിട്ട് കൊടുത്താൽ മതി. നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ പതുക്കെ നമുക്ക് ചുറ്റിലും നെക്കിന് ചുറ്റിലും കട്ടിട്ട് കൊടുക്കാം. ഇനി നെക്കിനെ നമുക്ക് ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ നമുക്ക് ഓരോ കർവിലും നമുക്ക് ഇതുപോലെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്കാലപ്പ് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം നെക്കിന് ചുറ്റിലൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഒരു 10 ഇഞ്ച് വീതിയും 8.5 ഇഞ്ച് നീളത്തിൽ ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷൈനിങ് ഉള്ള ഭാഗം ഉള്ളിലേക്കാക്കി ഇതുപോലെ രണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വൈഡ് ഞാനിവിടെ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അവിടെ നിന്നും താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് നമുക്കൊരു ബോക്സ് ആക്കി കൊടുക്കാം. ഇനി ക്യാൻവാസിൻ്റെ ഓപ്പൺ സൈഡിൽ നമുക്കൊരു 2 ഇഞ്ചിൽ മേലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ആ 1 ഇഞ്ചിലേക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് വരച്ചു കൊടുക്കാം. ഇനി ആ 1 ഇഞ്ചിൽ നിന്ന് മേലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. മേൽഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. കാരണം അത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
ഇപ്പം നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ഇഞ്ചും കൂടി അങ്ങോട്ടേക്ക് നീക്കി ഒരു മാർക്കിംഗ് കൂടിയും കൊടുക്കാനുണ്ട്. ഇതേപോലെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിൻകുത്തി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്തേക്ക് ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. മീഡിയം ചൂടിലാണ് അയൺ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ക്യാൻവാസ് അയൺ ബോക്സിൻ്റെ കൂടെ പോരും. അപ്പോൾ മീഡിയം ചൂടിൽ നമുക്കൊന്ന് വെച്ച് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡ് ഭാഗം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ 1/2 ഇഞ്ച് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ചുറ്റുഭാഗത്തും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെക്കിനെ നമുക്ക് ഇതുപോലെ 2ആക്കി മടക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടി. എന്നിട്ട് സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ മെയിൻ പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമുക്ക് നെക്കിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 3ൻ്റെയും സെൻറ്റർ നോക്കി വെച്ചിട്ട് ഉൾഭാഗത്തായിട്ട് നമുക്കിതുപോലെ പിൻകുത്തി കൊടുത്ത് ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത്. ഇപ്പം ഞാനിവിടെ നെക്കിന് ചുറ്റിലും നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ മിസ്സായിപ്പോയി. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നെക്കിന് ചുറ്റിലും കുഞ്ഞ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മളെ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം, വളരെയധികം ശ്രദ്ധിച്ച് വേണം കട്ടിട്ട് കൊടുക്കാൻ. ഈ 3 പോയിന്റിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.